എന്താണ് ഈ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി? യഥാർത്ഥത്തിൽ ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇവിടെ നിലവിൽ വരാൻ പോകുന്നതാണോ? ഇനി അതുമല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഇതെല്ലാം നടക്കാൻ പോകുന്നുണ്ടോ? എംഫിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പരിചയത്തിലുള്ളവരുടെ ഭാവി എന്തായിരിക്കും? എല്ലാം ഗവൺമെൻറ് പ്രൈവറ്റൈസ് ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ സ്കോളർഷിപ്പുകൾ ഉണ്ടാവുമോ? സോ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്നുള്ളതാണ്. കളിക്കും മുന്നേ അല്ലെങ്കിൽ വലിയൊരു എൻജോയ്മെൻറ്റിന് മുന്നേ അല്ലെങ്കിൽ നമ്മുടെ സീരീസോ സിനിമകൾക്ക് മുമ്പേ മനുഷ്യൻ അന്വേഷിച്ച് പോയിട്ടുള്ള കാര്യങ്ങളൊന്നും എന്നുള്ളത് നോളേജാണ്. യഥാർത്ഥ വിജ്ഞാനം എന്താണ്, യഥാർത്ഥ വിവരം എന്താണ്, അറിവെന്താണ് എന്നുള്ളതാണ്. അങ്ങനെയുള്ള പല മനുഷ്യന്മാരുടെയും ഏകാന്തവാസങ്ങളും ചിന്തകളുമാണ് ലോകത്ത് പല ഫിലോസഫീസ് ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ പല മതങ്ങളും ഉണ്ടായിട്ടുള്ളത്. ബുദ്ധന് ബോധോദയം കിട്ടുന്നതും ഇനി അതുമല്ലെങ്കിൽ പ്രവാചകൻ മുഹമ്മദ് ഇറാഖുവയിൽ പോയിരിക്കുന്നതൊക്കെ യഥാർത്ഥ നോളേജ് എന്താണ് എന്ന് ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ആലോചിക്കുകയാണെങ്കിൽ നല്ല വിവരം കിട്ടുക, നോളേജ് കിട്ടുക എന്ന് പറഞ്ഞാൽ മനുഷ്യനെ സംബന്ധിച്ച് അതൊരു സന്തോഷമുള്ള കാര്യമാണ്. ഇപ്പോൾ ചിലപ്പോഴൊക്കെ നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ ആ വിവരം ഇങ്ങനെ നമ്മളെ പരിചയത്തിലുള്ള ഫ്രണ്ട്സിനും വീട്ടിലെ പാരൻസിനോടൊക്കെ ഇങ്ങനെ പറയാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എന്തുകൊണ്ടാണ് നമുക്ക് നമ്മുടെ വിദ്യാഭ്യാസം നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ളതെങ്കിലും നമുക്ക് വളരെ ഒരു ഇൻട്രസ്റ്റഡ് ആയിട്ട് ഹാപ്പി ആയിട്ട് പഠിക്കാൻ പറ്റാത്തതെന്ന് ചോദിച്ചാൽ റീസൺ സിമ്പിളാണ്. നമുക്കതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നുമില്ല. അതെന്തുകൊണ്ടല്ലാത്തതെന്ന് ചോദിച്ചാൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും എന്തിനാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഉദാഹരണമായിട്ട് പറയാം, ഞാൻ തന്നെ ഇപ്പോഴും ആലോചിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കേസാണ്. എന്തിനാണ് ഞാൻ +1 +2 ട്രിഗ്നോമെട്രി പഠിച്ചത് എന്ന് എനിക്കിപ്പോഴും അറിയില്ല. എൻ്റെ ലൈഫിൽ സീക് തീറ്റയുടെയോ കൊസീക് തീറ്റയുടെയോ പ്രസക്തി ഒന്നും എനിക്കിപ്പോഴും അറിയില്ല. അതുപോലെ ഞാൻ പഠിച്ച പല കെമിക്കൽ സിമ്പിൾസും ഓർഗാനിക് കെമിസ്ട്രിയും എന്തിനാണ് എന്ന് എനിക്കിതുവരെ അറിയില്ല. ഓക്കെ, ഡെഫിനറ്റ്ലി ട്രിഗ്നോമെട്രിക്കോ കെമിക്കൽ ഇക്വേഷൻസിനോ ലൈഫിൽ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ ഒരു സൈക്കോളജി ബാക്ക്ഗ്രൗണ്ടിലൊക്കെ ഉള്ള ഞാൻ എന്തിനായിരുന്നു അത് പഠിച്ചിട്ടുള്ളത് എന്ന് ഈ ഒരു സമയത്ത് ആലോചിക്കുമ്പോൾ നമുക്കൊരു പ്രസക്തി മനസ്സിലാവുന്നില്ല. അപ്പോൾ നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങളുടെ സ്കൂൾ ലൈഫിൽ പഠിച്ച പല കാര്യങ്ങളും നിങ്ങൾ എന്തിനാണ് പഠിക്കുന്നത് നിങ്ങൾക്ക് തന്നെ ഒരു ഐഡിയ ഉണ്ടാവില്ല. ഓക്കെ, അതേസമയം നമ്മൾ പഠിച്ചതിൽ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് പഠിച്ച കുറേ കാര്യങ്ങളുണ്ടാവും, വളരെ താല്പര്യത്തോടു കൂടി പഠിച്ച കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ എഡ്യൂക്കേഷനിൽ വിദ്യാഭ്യാസത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടാവുക എന്നുള്ളത്. ഓക്കെ, അപ്പം വാല്യുബിൾ അല്ലാത്ത മീനിങ് അല്ലാത്ത കാര്യങ്ങൾ നമ്മൾ പഠിക്കും തോറും നമുക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് ലോകത്തിൻ്റെ ഒരു ലെവലിലേക്ക് വരാം. ലോകത്ത് ഏറ്റവും കൂടുതൽ എഡ്യൂക്കേഷൻ ക്വാളിറ്റികളായിട്ട് നമ്മൾ പറയുന്ന രാജ്യങ്ങൾ നമുക്കറിയാം. ഫിൻലാൻഡ്, അതുപോലെ തന്നെ സ്കാൻഡിനേവിയൻ കൺട്രീസ്, അതുപോലെ ഏഷ്യയിലെ തന്നെ സൗത്ത് കൊറിയയൊക്കെ എഡ്യൂക്കേഷൻ മോഡലിൽ വളരെ ഒരു സിഗ്നിഫിക്കൻ്റ് റോളുള്ള രാജ്യങ്ങളാണ്. ഇവിടുത്തെ നിങ്ങളിപ്പം ലോകത്തെ പ്രശസ്തമായിട്ടുള്ള പല എൻട്രൻസ് എക്സാമുകളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഈ പറയപ്പെടുന്ന രാജ്യങ്ങളിലെ കുട്ടികൾക്കൊക്കെ വളരെ നല്ല റാങ്കുകൾ കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവരുടെ ഒരു എഡ്യൂക്കേഷൻ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് അവരങ്ങനെ വരുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് ഒന്നുകൂടി കുട്ടികൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലേക്ക് എഡ്യൂക്കേഷനെ മാറ്റാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഈ ഒരു പറയപ്പെടുന്ന രാജ്യങ്ങളുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നിങ്ങൾ അനലൈസ് ചെയ്യുമ്പോൾ മനസ്സിലാവും അവർക്കത് പരമാവധി വിദ്യാർത്ഥികൾക്ക് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് 1-2 ഉദാഹരണങ്ങൾ പറയുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി പല ഉദാഹരണങ്ങളും നമുക്ക് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വായിക്കുന്നതാണ്. പല രാജ്യങ്ങളും സമയത്തിനനുസരിച്ച് അതിന് മാറ്റങ്ങളും വരുത്തുന്നുണ്ട്. ഇപ്പം നമുക്കറിയാം, നമ്മളൊരു സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ നഴ്സറിയിലൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു ചലഞ്ച് അവർ നേരിടുന്ന ഒരു വെല്ലുവിളി എന്നുള്ളത്, അവർ മാത്രമല്ല കേട്ടോ, അവരുടെ പാരൻസും നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത് ഹോംവർക്കാണ്, അല്ലേ? പ്രത്യേകിച്ച് അവരെ സംബന്ധിച്ച് വിദ്യാഭ്യാസം തന്നെ ചിലപ്പോൾ ഹോംവർക്ക് മാത്രമായിരിക്കും. കാരണം സിമ്പിളായിട്ട് ആലോചിക്കുക, ഒരു 5, 6, 7 എത്തുന്നതിന് മുമ്പ് ഒരു കുട്ടിക്കും ഒരിക്കലും എന്തിനാണ് പഠിക്കുന്നതിനെക്കുറിച്ച് വലിയ ആശയമൊന്നും ഉണ്ടാവില്ല കേട്ടോ. നിങ്ങളൊരു 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടീനോട് നീ എന്തിനാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് ഭാവിയിൽ പഠിച്ച് നല്ല ജോലി നേടിയിട്ട് ലോകത്തിന് ഒരുപാട് സംഭാവന ചെയ്യണം എന്നൊക്കെ ആ കുട്ടി പറയുന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ആ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്. ആ കുട്ടിയല്ല. അതൊക്കെ നമുക്ക് വലുതായി വരുന്നതിനനുസരിച്ച് നമ്മൾ പക്വത എന്നൊക്കെ വിളിക്കുന്ന ഒരു ഏജിനനുസരിച്ച് വരുന്ന ചിന്തകളാണ്. ഞാൻ പഠിക്കണം, മറ്റുള്ളവർക്ക് എന്നെക്കുറിച്ച് ഉപകാരപ്പെടണം, എൻ്റെ പാരൻസിനെ എനിക്ക് നോക്കാൻ പറ്റണം. അല്ലാതെ വളരെ ചെറിയ പ്രായത്തിൽ ഒരിക്കലും കുട്ടികൾക്ക് അങ്ങനെ ചിന്ത ഉണ്ടാവില്ല. അവർ കുട്ടികൾ മാത്രമാണ്. ഓക്കെ, നമ്മൾ പറയാറുണ്ടല്ലോ പൊട്ടിക്കാത്ത കളിപ്പാട്ടങ്ങൾ പരാജയ ബാല്യത്തിൻ്റെ അടയാളങ്ങളാണെന്ന് പറയും, അല്ലേ? നമ്മൾ ചിലപ്പോൾ അഭിമാനത്തോടെ ചില പാരൻസ് പറയും എൻ്റെ കുട്ടി ഒരു കളിപ്പാട്ടും കേടുവരുത്തില്ല എന്ന്. ശരിക്ക് അത് കുട്ടിയുടെ പരാജയമാണെന്ന്. കുട്ടിയുടെ പരാജയം എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറഞ്ഞാൽ പാരൻസിൻ്റെ പരാജയമാണ്. ഒരു കുട്ടിയെ സംബന്ധിച്ച് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടും പൊട്ടിക്കുക എന്നുള്ളതാണ്. അപ്പം ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ
നമ്മുടെ നമ്മൾ ഒരു സ്കൂൾ സിസ്റ്റത്തെ നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമ്മളൊരു സ്കൂൾ സിസ്റ്റത്തെ നമ്മൾ അനലൈസ് ചെയ്യുന്ന സമയത്ത് ഹോംവർക്ക് എന്നുള്ളതാണ് എസ്പെഷ്യലി സ്കൂൾ സിസ്റ്റത്തിൻ്റെ ഒക്കെ എർലി പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അതേസമയം നിങ്ങൾ സോക്കാൾ ഫിൻലാൻഡ് സിസ്റ്റം ഒക്കെ എടുത്ത് നോക്കുക. ലോകത്ത് ഏറ്റവും കുറവ് ഹോംവർക്കുള്ള രാജ്യങ്ങളിലൊന്നാണ് ഫിൻലാൻഡ്. ഏറ്റവും കുറവ് ഹോംവർക്കുള്ള പല റേഞ്ചുകളിലും പല ഗ്രേഡുകളിലും അവിടെ ഹോംവർക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ്. ഒരു കാരണവശാലും കുട്ടികൾക്ക് ഹോംവർക്ക് കൊടുക്കാൻ പാടില്ല എന്ന് പോലും തീരുമാനങ്ങളുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, നമുക്ക് ഹോംവർക്ക് ചെയ്യുന്നതിനൊക്കെ ഒരുപാട് ജസ്റ്റിഫിക്കേഷൻ ഉണ്ടാവും കേട്ടോ. അങ്ങനെയുള്ളൊരു ലോകത്താണ് ഫിൻലാൻഡ് അങ്ങനെ ഒരു മോഡലായിട്ട് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞത് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഡെഫിനറ്റ്ലി നിങ്ങൾ ആലോചിച്ച് വെക്കുക, പ്രത്യേകിച്ച് കളി മാത്രമല്ല, ഉച്ചവരെ ക്ലാസ്സുകളുള്ള അല്ലെങ്കിൽ 3-4 മണിക്കൂറുകളുള്ള ഹോംവർക്ക് കിട്ടില്ല എന്ന് ഉറപ്പുള്ള ഒരു ക്ലാസ്സിൽ പോകാൻ ഏതൊരു കുട്ടിക്കും താല്പര്യം ഉണ്ടാവും. വീട്ടിൽ നിൽക്കുന്നതിനേക്കാളേറെ നല്ലതാവും. വീട്ടിൽ നിന്ന് പാരൻസ് ചിലപ്പോൾ അതിലേറെ ഹോംവർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട് അല്ലേ. അപ്പം അവർ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ തന്നെ അവർക്ക് കുട്ടികളുടെ ഒരു ഫ്രണ്ട്ലി ആക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. പല എക്സാമ്പിൾസും പറയാറുണ്ട്, ഒരുപാട് ഞാൻ പറയുന്നില്ല. അതായത് എൻവിയോൺമെൻറ്റിനെ കുറിച്ച്, മൃഗങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കാൻ വരുന്ന ടീച്ചർ ചിലപ്പോൾ ഒരു മൃഗമായിട്ടായിരിക്കും വരിക. ഒരു മൃഗത്തിൻ്റെ മുഖംമൂടി അണിഞ്ഞായിട്ടും വരിക. കുട്ടികൾക്ക് നമ്മളെ ആംബിയൻസ്, ആ ഫീലിംഗ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെയാണ്. അപ്പം വളരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ആ പറയപ്പെടുന്ന സൊസൈറ്റികളൊക്കെ കുട്ടികൾക്ക് പഠിക്കുന്നതിൽ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. അല്ലാതെ നമുക്കൊരിക്കലും നമ്മളെ ചെറിയ കുട്ടികൾ ഭാവി ആലോചിച്ചോ അവരുടെ ജീവിതത്തിൻ്റെ ഫ്യൂച്ചർ ആലോചിച്ചൊന്നും പഠിക്കില്ല. നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മളിപ്പം ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന എഡ്യൂക്കേഷൻ സിസ്റ്റം അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റാണ്. നമുക്ക് അതിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. കാരണം വളരെ ചെറുപ്പത്തിൽ തന്നെ നിങ്ങൾക്കറിയാം, ഇത്തരത്തിലുള്ള നമ്മളൊക്കെ ചിലപ്പോൾ 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ അല്ലെങ്കിൽ LP സ്കൂളിലൊക്കെ ചിലപ്പോൾ ഹിന്ദി പഠിച്ചൊക്കെ തുടങ്ങും അല്ലേ. പല ഭാഷകളും നമ്മൾ പഠിച്ചൊക്കെ തുടങ്ങും. എന്തിനാണെന്നുള്ളത് നമുക്ക് തന്നെ ഇപ്പോഴും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവില്ല. ചില ഭാഷകളോ ചില ടോപ്പിക്കുകളോ കേട്ടോ ഒന്നിനും ഉപകാരമല്ല എന്നല്ല ഞാൻ പറയുന്നത്, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ട് എന്നുള്ളത് മാത്രം. അത് മാത്രമല്ല കുട്ടികൾക്ക് ഇതിൻ്റെ പരീക്ഷയും ഉണ്ടാവും. പല ജപ്പാൻ ഉൾപ്പെടെയുള്ള പല സോക്കാൾ ഡെവലപ്ഡ് രാജ്യങ്ങളിലും ഒരു സ്റ്റാൻഡേർഡ് വരെ ഒരു പരീക്ഷ നടത്താൻ പാടില്ല എന്നുള്ളതാണ് നിയമം. അവരുടെയൊക്കെ ഒരു ഐഡിയ എന്താണെന്ന് വെച്ചാൽ, ചെറിയ കുട്ടികളിൽ നിങ്ങൾ ഒരിക്കലും ഓർമ്മശക്തിയോ ഒരു പുസ്തകം കൊടുത്തിട്ട് അവരെത്രത്തോളം പഠിച്ചിട്ടുണ്ടോ എന്നൊന്നും നിങ്ങൾ ആലോചിക്കാനോ അനലൈസ് ചെയ്യാനോ പറ്റില്ല. ജപ്പാനിലൊക്കെ ചെറിയ കുട്ടികളിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ കുട്ടിക്ക് ഭക്ഷണം കഴിക്കാൻ അറിയോ, ആ കുട്ടിക്ക് വാഷ്റൂമിൽ പോകാൻ അറിയോ, ആ കുട്ടിക്ക് മറ്റു കുട്ടികളെ കൂടെ കളിക്കാൻ അറിയോ എന്നുള്ളതിനൊക്കെയാണ് അവർ ആ സ്റ്റേജിൽ പ്രയോറിറ്റി കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ മറ്റുള്ള, അതായത് വെസ്റ്റേൺ അല്ലെങ്കിൽ ഡെവലപ്ഡ് രാജ്യങ്ങളിൽ നിന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ പോളിസിയാണ് ഇന്ത്യയുടെ പോളിസി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ ഫോളോ ചെയ്യുന്നത് കൊണ്ടാണ് പലപ്പോഴും നമുക്കിതിലൊരു ഇൻട്രസ്റ്റഡ് ആവാത്തത്. അപ്പം നിങ്ങൾ ആലോചിക്കുക, ഇതൊരു ഇന്ത്യയുടെ പ്രശ്നമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നിങ്ങൾ എൻ്റെ ഈ ഒരു ചെറിയ സംസാരം കേട്ടിട്ട് ഞാനെന്തോ ഫിൻലാൻഡും ജപ്പാനൊക്കെ വളരെ ടോപ്പാണ്, ഇന്ത്യ വളരെ വീക്കാണ്, ഇന്ത്യയുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം വളരെ വീക്കാണ് എന്ന് പറയാൻ കൺക്ലൂഡ് ചെയ്യാൻ വരികയാണെന്ന് കരുതരുത്. ഒരിക്കലുമല്ല. അത് നമ്മുടെ രാജ്യമാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ മനസ്സിലാക്കണം. ഫിൻലാൻഡിനെ പോലെയുള്ള രാജ്യമല്ല ഇന്ത്യ. നമുക്ക് എക്സാമ്പിളിന് ഫിൻലാൻഡ്, ജപ്പാൻ എന്നൊക്കെ നമുക്ക് ചിലപ്പം പറയാൻ പറ്റും അല്ലേ. പക്ഷേ അതിനെ പോലെയുള്ള, നമ്മൾ പറയാറുണ്ടല്ലോ, സ്റ്റേഡിയത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തും ഒരു കാണിയായിട്ട് പറയാൻ പറ്റും, ഗ്രൗണ്ട് ഇറങ്ങി കളിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. അതുപോലെ ഫിൻലാൻഡ് എന്ന് പറഞ്ഞാലും സിംഗപ്പൂർ എന്ന് പറഞ്ഞാലൊക്കെ വളരെ ചെറിയൊരു സൊസൈറ്റിയാണ്. ചെറിയ സൊസൈറ്റി പോവട്ടെ, അവരുടെ ഒരു ഹിസ്റ്ററി നിങ്ങൾ എടുത്ത് നോക്കുക. അവർ ഈ ലെവലിലേക്ക് എത്തിയിട്ടുള്ളത് 100, 200, 300 അല്ലെങ്കിൽ അതിലപ്പുറം കൊല്ലത്തൊരു ഗ്രാജുവൽ എവല്യൂഷൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ്. ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി നിങ്ങൾ എടുത്ത് നോക്കുക. ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി നിങ്ങൾ എടുത്തു നോക്കുമ്പോൾ നമുക്കറിയാം, ഇന്ത്യ ആയിട്ടുള്ളത്, അതായത് പൂർണ്ണമായിട്ടുള്ള ഒരു ഫ്രീഡം ആസ്പെക്റ്റിൽ ഇന്ത്യ ആയിട്ടുള്ളത് 1947 എന്ന് പറഞ്ഞാൽ അറൗണ്ട് ഒരു 70+ ഇയേഴ്സ് നമ്മുടെ രാജ്യം ഉണ്ടായിട്ടായിട്ടുള്ളൂ. ആ സമയത്ത് തന്നെ 1947 എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇവിടെ നിന്ന് അവർക്ക് കൊണ്ടുപോകാൻ പറ്റാവുന്നതൊക്കെ കൊണ്ടുപോയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് അവസാനം നമ്മൾ റോഡ് സൈഡിലൂടെ ഒക്കെ പോകുമ്പോൾ കരിമ്പ് ജ്യൂസ് അടിച്ചിട്ട് കരിമ്പിൻ്റെ ഒരു വേസ്റ്റ് ഇട്ടത് കണ്ടിട്ടുണ്ടാവും. അതേപോലെയുള്ള ഒരു വേസ്റ്റ് ലെവലിലേക്ക് ഇന്ത്യൻ എക്കോണമി സിസ്റ്റത്തിലെയും ആക്കിയതിന് ശേഷം ആണ് ഇന്ത്യ ഫ്രം ദ സ്ക്രാച്ച് അല്ലെങ്കിൽ ഫ്രം ദ സീറോ എന്ന് വളരാൻ തുടങ്ങിയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ആ രാജ്യത്ത് നിങ്ങൾ ഒരിക്കലും ഒരു മനസ്സിലാക്കാൻ വേണ്ടി ഫിൻലാൻഡൊക്കെ പറയാമെന്നുള്ളതിനപ്പുറത്തേക്ക് ഫിൻലാൻഡ് ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്, നമ്മളെവിടെ എത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് ഒരിക്കലും നമുക്കതിന് കളിയാക്കാൻ പറ്റില്ല. നമ്മൾ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഒന്നത്. രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ, ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഒരു വലിയ രാജ്യമാണ്. 100 കണക്കിന് അല്ലെങ്കിൽ 100 കോടിയിലധികം ജനങ്ങളുടെ രാജ്യമാണ്. ഈ രാജ്യത്ത് ഒരു നിയമം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ, ആ കൊണ്ടുവന്ന നിയമം എഫക്റ്റീവ് ആവുക എന്ന് ഉറപ്പ് വരുത്തുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടാണ്.
ഇന്ത്യയിലെ 600-ലധികം ജില്ലകളിലെ ഒരു ജില്ലയുടെ പോപ്പുലേഷനൊക്കെ ചിലപ്പം നമ്മൾ നേരത്തെ വലിയ സംഭവമായിട്ട് പറഞ്ഞ ഫിൻലാൻഡിലൊക്കെ ഉണ്ടാവുള്ളൂ. ആ ഒരു സ്ഥലത്ത് അത് ചെയ്യാൻ പോസിബിളാണ്. ഇന്ത്യ അങ്ങനെയുള്ള രാജ്യമല്ല. ലോകത്ത് ഏറ്റവും അധികം സെക്കൻഡ് പോപ്പുലേറ്റഡ് രാജ്യമാണ്. ഈ രാജ്യത്ത് അതുപോലെയുള്ളൊരു സിസ്റ്റം പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റില്ല. അത് കൊണ്ടുവരാൻ പറ്റാത്തതൊരിക്കലും ഇപ്പം ഭരിക്കുന്ന ഗവൺമെൻറ്റിനെയോ മുമ്പ് ഭരിച്ച ഗവൺമെൻറ്റിൻ്റെയോ കുറ്റമായിട്ട് പറയാൻ പറ്റില്ല. ഇറ്റ്സ് എ പാർട്ട് ഓഫ് അവർ ഹിസ്റ്ററി. അത് നമ്മുടെ ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാണ്, ഹിസ്റ്റോറിക്കൽ ഇൻഫ്ലുവൻസ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് തീരുമാനിക്കുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിൽ പഠനത്തെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. നമ്മുടെ നാട്ടിൽ നന്നായിട്ട് പോവർട്ടി ഉണ്ട്. നന്നായിട്ട് പോവർട്ടി ഉണ്ടാകുമ്പോൾ നമ്മൾ വലിയ സംഭവം. അതുപോലെ തന്നെ സ്പൈഡർമാൻ മൂവിയിലെ ഒരു ഡയലോഗ് പറയാറുണ്ടല്ലോ, വിത്ത് ഗ്രേറ്റ് പവർ കംസ് ഗ്രേറ്റ് റെസ്പോൺസിബിലിറ്റീസ്. കൂടുതൽ പവർ ആരുടെ അടുത്താണോ ആൾക്കാണ് കൂടുതൽ റെസ്പോൺസിബിലിറ്റി. ഈ രാജ്യത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിലിറ്റി ഇവിടുത്തെ ഗവൺമെൻറ്റിനാണ്, തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റിനാണ്. അതിനുശേഷം അടുത്ത ജനപ്രതിനിധികൾക്കാണ്, അതിനുശേഷം ഇവിടുത്തെ ടീച്ചേഴ്സിനാണ്, സ്റ്റുഡൻസിനാണ്, നമ്മൾ ഓരോരുത്തർക്കുമാണ്. ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു സിസ്റ്റം ഇമ്പ്രൂവ്ഡ് ആവുക നമ്മുടെ മക്കൾക്ക് അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവരുടെ മക്കൾക്കെങ്കിലും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ട് സ്കൂളിൽ പോകാൻ പറ്റുക, അങ്ങനെയുള്ളൊരു സിസ്റ്റം കൊണ്ടുവരിക എന്നുള്ളത് നമ്മുടെ എല്ലാവരുടെയും ഒരു ആവശ്യമാണ്. ആ ആവശ്യത്തിൻ്റെ ഒരു ചുവട് പിടിച്ചിട്ടാണ് നമുക്ക് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ള ഒരു സംഭവം വരുന്നത്. നമ്മൾ ഈ ഒരു വീഡിയോയുടെ തന്നെ മെയിൻ ടോപ്പിക് അതാണ്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. അപ്പോൾ എന്താണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറഞ്ഞാൽ, ഒരു ഗവൺമെൻറ്റിന് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്ത് ഒരു ഗവൺമെൻറ്റിന് ഒരു എഡ്യൂക്കേഷനിൽ കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ വ്യക്തമായ പോളിസി ഉണ്ടായിരിക്കണം. കാരണം ഒരുപാട് വ്യത്യസ്ത സംസ്ഥാനങ്ങളുണ്ട്, മുഖ്യമന്ത്രിമാരുണ്ട്, വ്യത്യസ്ത ഭാഷകളുണ്ട്. ഇതിനെയെല്ലാം അൾട്ടിമേറ്റ്ലി കൺട്രോൾ ചെയ്യുന്ന ഒരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എല്ലാ സ്ഥലങ്ങളിലുമുള്ള എഡ്യൂക്കേഷണൽ സിസ്റ്റം വെൽ ക്വാളിഫൈഡ് ആണ്, അല്ലെങ്കിൽ ഒരു മിനിമം ക്വാളിറ്റി എൻഷുർ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് എന്തുണ്ടാക്കേണ്ടി വരും? ഒരു വ്യക്തമായ ഒരു പോളിസി, വളരെ സിമ്പിളായിട്ട് ഒരു സെറ്റ് ഓഫ് മാർഗ്ഗനിർദ്ദേശങ്ങൾ ഉണ്ടാക്കേണ്ടി വരും. ഈ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങളെയാണ് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. ദേശീയ തലത്തിൽ ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആര് ചെയ്യുകയാണെങ്കിലും, കേന്ദ്ര ഗവൺമെൻറ് ആണെങ്കിലും നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് ആണെങ്കിലും പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും കോളേജുകളാണെങ്കിലും ഒക്കെ, അവരൊക്കെ എഡ്യൂക്കേഷൻ സംബന്ധമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഫോളോ ചെയ്യേണ്ട കുറച്ച് പ്രിൻസിപ്പിൾസ്, അതിനെയാണ് നമ്മൾ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്നത്. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാവുമ്പോഴും അത് അപ്ലിക്കബിൾ ലെവലിലേക്ക് കൊണ്ടുവരുമ്പോഴും മാത്രമേ നമുക്ക് ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ഡെവലപ്ഡ് കൺട്രീസിൻ്റെ, അല്ലെങ്കിൽ ഫിൻലാൻഡ് ആവട്ടെ, സൗത്ത് കൊറിയ ആവട്ടെ, ജപ്പാൻ ആവട്ടെ, അങ്ങനെയുള്ള കുട്ടികൾക്ക് കൂടി ഒരു റോൾ ഫീൽ ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു തുടക്കമായിട്ട് നമുക്ക് പല സ്ഥലത്തും കാണാൻ പറ്റുന്ന ഒരു ഇൻസിഡൻറ്റ് എന്ന് പറയുന്നത് 1964 അന്നത്തെ ലോക്സഭ MP ആയിരുന്ന സിദ്ധേശ്വർ പ്രസാദ് എന്നൊക്കെ പറയുന്ന വ്യക്തി അന്നത്തെ ഗവൺമെൻറ്റിനെതിരെ നല്ലൊരു ക്രിറ്റിസിസം ഒക്കെ പറയുന്നു പാർലമെൻറ്റിലൊക്കെ. ഇവർക്ക് വ്യക്തമായ ഒരു എഡ്യൂക്കേഷനെ കുറിച്ചൊരു മിഷനില്ല, എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഭാവിയിൽ വരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ടുള്ളൊരു ഐഡിയ ഇന്ത്യയിലില്ല എന്നൊക്കെയുള്ള ഒരു ചില ഡിസ്കഷനുകൾ അല്ലെങ്കിൽ ചില ആർഗ്യുമെൻറ്റ്സ് വരുന്നു. അതിൻ്റെ ശേഷം ഒരുപാട് ചർച്ചകളെല്ലാം വരുന്നത്. ഈ ഒരു ചർച്ചകളുടെ തുടക്കമായിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരു എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാകുന്നത്. അങ്ങനെ 1964 അന്നത്തെ ഗവൺമെൻറ്, അന്നത്തെ UGCയുടെ ചെയർമാനായിരുന്ന കോത്താരിയുടെ നേതൃത്വത്തിൽ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ കമ്മീഷനെ അപ്പോയിൻ്റ് ചെയ്യുന്നുണ്ട്. ഏകദേശം 17ഓളം ആളുകൾ അംഗങ്ങളായിട്ടുള്ളൊരു കമ്മീഷൻ അപ്പോയിൻ്റ് ചെയ്യുന്നു. ആ കമ്മീഷൻ അവരുടെ റെക്കമെൻഡേഷൻ ഒരുപാട് പഠനങ്ങൾ നടത്തിയതിന് ശേഷം ഗവൺമെൻറ്റിന് സബ്മിറ്റ് ചെയ്യുന്നു. അങ്ങനെയുള്ള ആ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങളുടെ എല്ലാം അടിസ്ഥാനത്തിൽ ഇൻസ്പയർ ചെയ്തുകൊണ്ട് ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ആദ്യത്തെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഓഫ് 1968 എന്നുള്ളത്. 1968 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനപ്പെട്ട നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി അതായിരുന്നു. അത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് വരുന്നത്. അന്നത്തെ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. പിന്നെ അതിനുശേഷം 18 വർഷങ്ങൾക്ക് ശേഷം 1986 രണ്ടാമത്തെ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നു. നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിയുടെ കാലത്ത്. മൂന്നാമത്തെ എഡ്യൂക്കേഷൻ പോളിസിയാണ് ഈ വർഷം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിട്ടുള്ള ഗവൺമെൻറ് റിലീസ് ചെയ്തിട്ടുള്ളത്. തേർഡ് വേർഷൻ ഓഫ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയാണ്. ഇതിന് മുമ്പ് 1992 മുമ്പുള്ള പോളിസിയുടെ ചില റിവിഷൻസൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ പോലും
നമുക്ക് പ്രധാനപ്പെട്ട 3 പോളിസികൾ പറയുകയാണെങ്കിൽ 1968 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി, പോളിസി 1, 1986 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ആൻഡ് 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. ഒന്നുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ 34 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ഒരു സ്ട്രക്ചേർഡ് ആയിട്ടുള്ള പുതിയ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വരുന്നത്, നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 എന്നുള്ളത്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് എന്തിനാണ് നമുക്കൊരു വ്യക്തമായ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഉണ്ടാവേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഇനീഷ്യലി ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഡിസ്കസ് ചെയ്തത്. എങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒറിജിൻ എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. 1968 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ചും 86 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ചും നമ്മളിപ്പോൾ അധികം പറയുന്നില്ല. ഹോപ്പ്ഫുള്ളി മറ്റൊരു വീഡിയോകളിൽ നമ്മളത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന 2020 നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയെക്കുറിച്ചാണ്. ഇനി ഈ പോളിസിയുടെ ഒരു സിമ്പിളായിട്ടുള്ള എയിം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഒരു സിമ്പിളായിട്ടുള്ള എയിം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ബേസിക് എയിം മേക്കിംഗ് ഇന്ത്യ ആൻ എഡ്യൂക്കേഷണൽ ഗ്ലോബൽ പവർ എന്നുള്ളതാണ്. അതായത് നമ്മൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നിങ്ങൾക്കറിയാം ഇന്ത്യ ഒരു ലോകത്തൊരു എക്കണോമിക് ഗ്ലോബൽ പവർ ആവുകയാണ്. അതുപോലെ തന്നെ പല ആസ്പെക്റ്റുകളിലും ഹ്യൂമൻ റിസോഴ്സിലൊക്കെ ഇന്ത്യ ഒരു ഗ്ലോബൽ പവർ ആയിക്കൊണ്ടിട്ടുണ്ട്. അപ്പോൾ അതേസമയം നമ്മൾ ഈ ലോകത്തെ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് ഒക്കെ അല്ലേ പലപ്പോഴും നമ്മളൊക്കെ ചിലപ്പോൾ നോക്കാറുണ്ട്, പഠിക്കുമ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് യൂണിവേഴ്സിറ്റി പഠിക്കണം, ലോകത്തെ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി പഠിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളാണ് നമ്മൾ വിദ്യാർത്ഥികൾ. അപ്പോൾ അങ്ങനെ നമ്മൾ ലോകത്തെ റാങ്കിങ് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് റാങ്കിങ് ഉണ്ട്, QSI റാങ്കിങ് എന്ന് പറഞ്ഞ റാങ്കിങ് ഒക്കെ ഉണ്ട്. ആ യൂണിവേഴ്സിറ്റികളുടെ റാങ്കിങ് ഒക്കെ വെക്കുമ്പോൾ നമുക്ക് വളരെ സങ്കടമാവുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ലോകത്തെ ഏറ്റവും ടോപ്പ് 100 യൂണിവേഴ്സിറ്റികളിലൊന്നും ഒരു ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയും ഇല്ല എന്നുള്ളതാണ്. അറൗണ്ട് 300 ഒക്കെയാണ് ഇന്ത്യയുടെ IIT-കളൊക്കെ, നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ട് നമ്മൾ പറയുന്ന IIT-കൾ പോലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഗ്ലോബലായിട്ട് ഇന്ത്യ ഒരു എഡ്യൂക്കേഷണൽ സൂപ്പർ പവർ കൂടി ആവുക, അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ സൂപ്പർ പവർ ആവുക ഇന്ത്യ എന്നുള്ളതാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഒരു സിമ്പിൾ എയിമായിട്ട് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി പറയാതെ എന്താണ് ഒരു ഉദ്ദേശം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഇന്ത്യയെ ഒരു ഗ്ലോബൽ എഡ്യൂക്കേഷൻ പവർ ആക്കാൻ വേണ്ട ഒരുപാട് കാര്യങ്ങൾ ഈ പോളിസിയുടെ ഭാഗമായി. അപ്പം നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ സ്റ്റെപ്പുകൾ നോക്കുകയാണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഓരോരോ ഡിഫറെൻറ്റ് സ്റ്റെപ്പുകൾ സംഭവങ്ങളൊക്കെ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഇതിൽ വരുന്ന ഡിഫറെൻറ്റ് റെക്കമെൻഡേഷൻസ് കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് 2 ലെവലിൽ ഇത് പറയാം. ഒന്ന് സ്കൂൾ ലെവൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ളതും, രണ്ടാമത്തെ ഒരു ആസ്പെക്റ്റ് എന്നുള്ളത് ഒരു ഹയർ എഡ്യൂക്കേഷൻ ലെവലിൽ പോസ്റ്റ് സ്കൂൾ +2 ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് വരാൻ പോകുന്നത് എന്നുള്ള 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് നമുക്ക് നോക്കാം. അപ്പം സ്കൂൾ ലെവൽ നമ്മൾ നോക്കുമ്പോൾ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സ്കൂൾ സിസ്റ്റം എന്ന് പറഞ്ഞാൽ 10+2 എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന ഒരു സ്കൂൾ സിസ്റ്റമാണ്. ദ ഹോൾ സ്കൂൾ സിസ്റ്റത്തിന് ഈ ഒരു പോളിസി മാറ്റുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഇതിനെ മാറ്റം വരുത്തിയിട്ട് 5+3+3+4 എന്നുള്ള പുതിയൊരു പോളിസി, 5+3+3+4 എന്നുള്ള ഒരു 15 വർഷത്തെ ഒരു പുതിയ പോളിസി ഗവൺമെൻറ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായിട്ട്. എന്ന് പറഞ്ഞാൽ ഈ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നൊരു ആസ്പെക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ 3ാം ക്ലാസ് മുതൽ ഫോമൽ എഡ്യൂക്കേഷൻ വരുന്നു എന്നുള്ളതാണ്. 3ാം ക്ലാസ് മുതൽ ഫോമൽ എഡ്യൂക്കേഷൻ വരുന്നു എന്നുള്ളതാണ്. നമ്മളെ നാട്ടിൽ ഇപ്പം ഒരു സ്കൂൾ സിസ്റ്റം, ഒരു ഫോമൽ സ്കൂൾ സിസ്റ്റം ഒക്കെ ഉണ്ടാവുക 5 വയസ്സ് അല്ലെങ്കിൽ 6 വയസ്സായിരിക്കും. നോർമലി 6 വയസ്സൊക്കെയാണ്. അതിൻ്റെ മുമ്പ് തന്നെ ഇത് കേൾക്കുമ്പോൾ പലരും പേടിക്കുന്നൊരു കേസ് എന്താ വെച്ചാൽ 6ാം ക്ലാസ്സിൽ തന്നെ നമുക്ക് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ പറ്റുന്നില്ല, 3ാം ക്ലാസ് തൊട്ട് വരെ സ്കൂളിലേക്ക് പറഞ്ഞേക്കാന്ന് പറഞ്ഞാൽ ഇതൊരു ഓവർ ബർഡൻ അല്ല എന്നൊക്കെയാണ് നമുക്ക് എല്ലാവർക്കും വരുന്നൊരു സംശയം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡെവലപ്മെൻ്റൽ സൈക്കോളജി പഠിക്കുമ്പോൾ ഒരു കുട്ടിയുടെ ബ്രെയിന് ഏറ്റവും ബെസ്റ്റായിട്ട് ഡെവലപ്പ് ചെയ്യുന്നത് ആദ്യത്തെ 2 വയസ്സ് 3 വയസ്സ്, പിന്നെ കുറച്ചുകൂടി കഴിഞ്ഞാൽ വിത്തിൻ 5 ഇയേഴ്സിൽ ഒരു കുട്ടിയുടെ ഏറ്റവും മെയിനായിട്ടുള്ള ബ്രെയിൻ ഡെവലപ്മെൻറ്റ് നടക്കുന്നുണ്ട്. നമ്മളെ സംബന്ധിച്ച് ഈ ഒരു സ്റ്റേജിലൊന്നും നമുക്ക് ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും ഇല്ല എന്നുള്ളതാണ്. 1ാം ക്ലാസ്സിലോ 2ാം ക്ലാസ്സിലോ കുട്ടി ഒരു ഫോമൽ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ഭാഗമാക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഡെഫിനറ്റ്ലി ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ലഭിക്കണം. അത് ഒരു ബുക്കിലൂടെ ആവണമെന്നില്ല. ഡെഫിനറ്റ്ലി ഇറ്റ് ഷുഡ് ബി ഫ്രം ദ പാരൻസ്. അവരുടെ പാരൻസിൽ നിന്നായിരിക്കണം. പാരൻസിൻ്റെ സംസാരമായിരിക്കണം, പാരൻസിൻ്റെ ആക്റ്റ് ആയിരിക്കണം, പാരൻസ് അവരെ കെയർ ചെയ്യുന്ന രീതി ആയിരിക്കണം, പാരൻസിൻ്റെ സ്നേഹമായിരിക്കണം. സോ എന്ന് പറഞ്ഞാൽ ഏറ്റവും കീ ആയിട്ട് ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന 3, 4, 5 വയസ്സുകളിൽ ഇതുവരെ നമ്മളെ സംബന്ധിച്ച് നമ്മളെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ സംബന്ധിച്ച് ഒരു വ്യക്തമായൊരു ഫോമലൈസ്ഡ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നില്ല. ലോകത്തുള്ള പല രാജ്യങ്ങളുണ്ട് കേട്ടോ. അത് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഏറ്റവും ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റ്. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ് അത് തന്നെയാണ്.
3-ാം ക്ലാസ് തൊട്ട് ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതൊരു വ്യക്തമായ ട്രെയിനിങ്ങോ വ്യക്തമായ പ്ലാനിങ്ങോ ടീച്ചേഴ്സിന് വ്യക്തമായിട്ട് ഒരു ഐഡിയ കൊടുക്കുന്നതിന് മുമ്പ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹാവ് എ ലോട്ട് ഓഫ് നെഗറ്റീവ് എഫക്ട്സ്. അതായത് 3-ാം വയസ്സ് മുതൽ തന്നെ ഒരു ഫോർമൽ എഡ്യൂക്കേഷൻ വരുന്നു. ഒരു ഡെവലപ്മെൻറ്റൽ സൈക്കോളജി ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പാണ്. അതേസമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് 3-ാം ക്ലാസ് തൊട്ട് കുട്ടികൾക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ഒരു സയൻറ്റിഫിക്കലി പ്രൂവൺ ആയിട്ടുള്ള, കുട്ടികൾക്ക് എൻജോയബിൾ ആയിട്ടുള്ള, കുട്ടികൾക്ക് സ്ട്രെസ്ഡ് ആക്കാത്ത, കുട്ടികൾക്ക് എക്സ്ട്രാ വർക്ക് വരാത്ത, കുട്ടികളെ ബുദ്ധിമുട്ടിക്കാത്ത ഒരു സിസ്റ്റം അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാത്തൊരു സിസ്റ്റം അല്ലെങ്കിൽ അത് ഒരുപാട് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് വളരെ ക്രൂഷ്യലാണ്. വളരെ ചെറിയ കുട്ടികളെ, ഞാൻ പറഞ്ഞല്ലോ, പാരൻസ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളത് വളരെ ക്രൂഷ്യലാണ്. പക്ഷേ ഇത് ഏറ്റവും ഹോൾ വിദ്യാഭ്യാസ സിസ്റ്റത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു സ്റ്റേജും അതാണ്. സ്കൂൾ എഡ്യൂക്കേഷനിൽ ഈ ബൈഹാർട്ട് ചെയ്യുന്നതിൻ്റെ പ്രസക്തി കുറയ്ക്കുക, നമ്മുടെ ക്രിയേറ്റീവ് സ്കിൽ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ തിങ്കിങ്ങിനൊക്കെ പ്രൊമോട്ട് ചെയ്യുക. അതുപോലെ തന്നെ പൊതുപരീക്ഷ നമ്മൾ പറയുന്ന പരീക്ഷ ഉണ്ടല്ലോ, ഇനി 3-ാം ക്ലാസ്സിലുണ്ടാവും, 5-ാം ക്ലാസ്സിലുണ്ടാവും, 8-ാം ക്ലാസ്സിൽ, 10-ൽ, +2-ലുണ്ടാവും. ഓക്കെ, അങ്ങനെ ഒരു പൊതുപരീക്ഷാ സിസ്റ്റം അല്ലെങ്കിൽ പബ്ലിക് എക്സാം കൊണ്ടുവരിക. ഈ പബ്ലിക് എക്സാം തന്നെ 10, +2-ലൊക്കെ പബ്ലിക് എക്സാമൊക്കെ വർഷത്തിൽ 2 തവണ നടത്തുക. അങ്ങനെയുള്ള ചില റെക്കമെൻഡേഷൻസ് ഉണ്ട്. ഇതോടൊപ്പം തന്നെയുള്ള അടുത്ത റെക്കമെൻഡേഷനാണ് ഈ ഒരു അക്കാഡമിക് എക്സ്ട്രാ കരിക്കുലർ എന്നുള്ളതിൻ്റെ ആ ഒരു ഡിസ്റ്റിങ്ഷൻ അങ്ങ് ഇല്ലാണ്ടാക്കുക. ഓക്കെ, എക്സ്ട്രാ കരിക്കുലർ ഇതുമായിട്ടൊരു ബന്ധമില്ലാത്ത എന്തോ ഒരു സംഭവമാണ് എന്നുള്ള പ്രശ്നമൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ ഇമ്പോർട്ടൻസ് ഉള്ള കാര്യമാണെന്ന് തീരുമാനിക്കുക. ഈവൻ വൊക്കേഷണൽ എഡ്യൂക്കേഷന്, എല്ലാ സിസ്റ്റം ഓഫ് സ്കൂൾ എഡ്യൂക്കേഷനിലും വൊക്കേഷണൽ എഡ്യൂക്കേഷൻ കൊണ്ടുവരിക. സ്കൂൾ കുട്ടികൾക്ക് തന്നെ ഇൻറ്റേൺഷിപ്പ് കൊണ്ടുവരിക. 6-ാം ക്ലാസ് മുതലുള്ള ഇൻറ്റേൺഷിപ്പൊക്കെ ഈ ഒരു ഇതിൻ്റെ പോളിസിയുടെ റെക്കമെൻഡേഷൻ്റെ ഭാഗമാണ് കേട്ടോ. പിന്നെയുള്ള ഒരു സംഭവമാണ് ഒരു 360 ഡിഗ്രി ഹോളിസ്റ്റിക് പ്രോഗ്രസ് കാർഡ് എന്നുള്ളത്. അതായത് 1-ാം ക്ലാസ് മുതലൊക്കെ കംപ്ലീറ്റ് സെയിം പ്രോഗ്രസ് കാർഡിൻ്റെ ഒരു അപ്ഡേഷൻ പോലെയുള്ളത്. എക്സാക്ട് സ്ട്രക്ചറൊന്നും ആയിട്ടില്ല കേട്ടോ. പിന്നെ 2030 ആകുമ്പോഴേക്കും സ്കൂളിലെ ഗ്രോസ് എൻറോൾമെൻറ്റ് റേഷ്യോ, അതായത് കുട്ടികൾ ചേരുന്ന റേറ്റ് 100% എന്നുള്ളത് ഈ പോളിസിയുടെ ഭാഗമാണ്. അതുപോലെ തന്നെ 2030 ആകുമ്പോഴേക്കും ടീച്ചേഴ്സിനുള്ള മിനിമം ക്വാളിഫിക്കേഷൻ എന്നുള്ളത് 4 ഇയർ ഡിഗ്രി ഗ്രാജുവേഷൻ കോഴ്സ് അല്ലെങ്കിൽ ഡിഗ്രി ബാച്ചിലർ കോഴ്സ് ആവും, 4 ഇയർ B.Ed ഡിഗ്രി കോഴ്സ് ആയിരിക്കും എന്നുള്ളതൊക്കെ ഈ ഒരു റെക്കമെൻഡേഷൻ്റെ ഭാഗമായിട്ടുണ്ട്. സോ ഇത്രയാണ് നമുക്ക് സ്കൂൾ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നുള്ളത്. ഇനി നമുക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ച് സ്കൂൾ എഡ്യൂക്കേഷനേക്കാളേറെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ ഹയർ എഡ്യൂക്കേഷൻ എന്നുള്ളത്, അല്ലേ? അപ്പം അതുകൊണ്ട് തന്നെ കോളേജ് എഡ്യൂക്കേഷനെ കുറിച്ച്, ഹയർ എഡ്യൂക്കേഷനെ കുറിച്ച് എന്തൊക്കെയാണ് ഈ ഒരു പോളിസിയുടെ ഭാഗമായിട്ട് പറയുന്നത് എന്നുള്ളത് നോക്കാം. ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ട് പറയുന്ന ഒരു ആസ്പെക്റ്റ് എന്നുള്ളത് കോളേജ് എഡ്യൂക്കേഷനെ കുറിച്ച് ദ ഹോൾ സിസ്റ്റം ഓഫ് ഗ്രാജുവേഷൻ സിസ്റ്റം അങ്ങ് റിവാമ്പ് ചെയ്യുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതിലൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ്. 4 ഇയർ ഗ്രാജുവേഷൻ ആക്കുക. 4 ഇയർ ഗ്രാജുവേഷൻ വിത്ത് മൾട്ടിപ്പിൾ എൻട്രി ആൻഡ് എക്സിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കൊരു 4 വർഷത്തെ ഡിഗ്രി ആയിരിക്കും ഉണ്ടാവുക. ഈ 4 വർഷത്തെ ഡിഗ്രിയിൽ നിങ്ങൾക്ക് 1 വർഷം കഴിഞ്ഞാൽ ഇത് നിർത്താം, 2 വർഷം കഴിഞ്ഞാൽ നിർത്താം, 3 വർഷം കഴിഞ്ഞാൽ നിർത്താം, 4 വർഷം കഴിഞ്ഞാൽ നിർത്താം, എവിടെയും നിർത്താം. ഓരോ ഇയറിൽ എവിടെയും നിങ്ങൾക്ക് എക്സിറ്റ് അടിക്കാം. അതുപോലെ തന്നെ എൻട്രി ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ പ്രസക്തി എന്താണെന്ന് വെച്ചാൽ, ഓക്കെ, എങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ, 1 വർഷം കഴിഞ്ഞിട്ട് നിങ്ങൾ കോഴ്സ് നിർത്തിയാൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കോഴ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷം കഴിഞ്ഞിട്ട് കോഴ്സ് നിർത്തിയാൽ ഡിപ്ലോമ കഴിഞ്ഞ സർട്ടിഫിക്കറ്റ് കിട്ടും. 3 വർഷം കഴിഞ്ഞിട്ട് കോഴ്സ് നിർത്തിയാൽ നിങ്ങൾക്ക് ഗ്രാജുവേഷൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. 4 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലോ ഗ്രാജുവേഷൻ വിത്ത് റിസർച്ച് ബേസ്. അപ്പോൾ ഏത് വർഷവും ഒരാൾക്ക് കോളേജ് ഡ്രോപ്പ് ചെയ്യാം എന്നുള്ളതിനപ്പുറത്തേക്ക് എക്സിറ്റ് ചെയ്യാം, എന്നിട്ട് അടുത്തൊരു സിസ്റ്റത്തിലേക്ക് മാറാൻ പറ്റും. ഓരോ വർഷത്തിലും സെപ്പറേറ്റ് സർട്ടിഫിക്കറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. അല്ല നമ്മൾ ഇപ്പോഴത്തെ ഒരു സിസ്റ്റം പോലെ 2.5 കൊല്ലം ഡിഗ്രി പഠിച്ച് പിന്നെ പഠിക്കാൻ പറ്റില്ല, ഇപ്പോഴും ബേസിക് ക്വാളിഫിക്കേഷൻ +2 ആവുന്ന അവസ്ഥ ഉണ്ടാവില്ല. ഓക്കെ, ഓരോ വർഷം കഴിയുന്നതിനനുസരിച്ച് നിങ്ങളെ ക്വാളിഫിക്കേഷൻ ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കും. ഇതാണ് ഏറ്റവും സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന അല്ലെങ്കിൽ ഇമ്പാക്റ്റ്ഫുൾ ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഹയർ എഡ്യൂക്കേഷനിൽ പഠിക്കുന്ന കുട്ടികളുടെ എണ്ണം കൂട്ടുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഇതിൻ്റെ റെക്കമെൻഡേഷൻ. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഏകദേശം 26% ഇന്ത്യയിലെ ആളുകളാണ് ഹയർ എഡ്യൂക്കേഷൻ കോളേജ് ലെവലിലൊക്കെ പഠിക്കുന്നത്. അത് 50% ആക്കുക 2035 ആകുമ്പോഴേക്കും 50% ആക്കുക എന്നുള്ളതാണ് ഈ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്നൊരു സംഭവം. പിന്നെ ഈ പോളിസിയുടെ ഭാഗമായിട്ട് വരുന്ന പ്രധാനപ്പെട്ട സംഭവമാണ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു പുതിയ ബോഡിയെ ഉണ്ടാക്കാൻ പോവാണ്. ഇപ്പോൾ നമ്മൾ ഡിഫറെൻറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ കൺട്രോൾ ചെയ്യാൻ ഡിഫറെൻറ്റ് ബോഡിയാണ്. ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ കൗൺസിൽ ഉണ്ടാവാം, അല്ലെങ്കിൽ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്കിൽ എഡ്യൂക്കേഷൻ അടുത്തൊരു കൗൺസിൽ ഉണ്ടാവാം, നേഴ്സിംഗ് എഡ്യൂക്കേഷൻ, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, എല്ലാ ആസ്പെക്റ്റുകൾക്കും ഡിഫറെൻറ്റ് ബോഡീസാണ്.
ദ ഹോൾ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷനെ കൺട്രോൾ ചെയ്യാൻ, എക്സെപ്റ്റ് 2 സിസ്റ്റം, ബാക്കിയുള്ള എല്ലാ സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യാൻ ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ള പുതിയൊരു കമ്മീഷൻ. ഇത് ഇന്ത്യയിലെ എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റവും കൺട്രോൾ ചെയ്യുക ഈ കമ്മീഷൻ ആയിരിക്കും, എക്സെപ്റ്റ് ലീഗൽ എഡ്യൂക്കേഷൻ ആൻഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. മെഡിക്കൽ എഡ്യൂക്കേഷന് മെഡിക്കൽ ബോഡി ആയിരിക്കും, ലീഗൽ എഡ്യൂക്കേഷന് ലീഗൽ ബോഡി ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റവും കൺട്രോൾ ചെയ്യുക, അതിൻ്റെ റെക്കഗ്നിഷൻ, അതിൻ്റെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, അതിൻ്റെ അക്രഡിറ്റേഷൻ ഫ്രെയിംവർക്ക്, എല്ലാ സംഭവങ്ങളും കൺട്രോൾ ചെയ്യുക ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആയിരിക്കും. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു റെക്കമെൻഡേഷനാണ് ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നുള്ളത്. അടുത്തൊരു റെക്കമെൻഡേഷൻ എന്നുള്ളത് ഫോറിൻ യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസ് തുടങ്ങാനുള്ള അവകാശം കൊടുക്കുക എന്നുള്ളതാണ്. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള മറ്റൊരു റെക്കമെൻഡേഷനാണ്. ആസ് ഓഫ് നൗ അങ്ങനെ ഫോറിൻ യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യയിൽ ഒരു പ്രത്യേകിച്ചൊരു ക്യാമ്പസ് ഇടാനുള്ള അധികാരം ഏതായാലും ഇല്ല ആസ് ഓഫ് നൗ, മറിച്ച് കുറച്ച് പാർട്ട്ണർഷിപ്പ് സ്കീംസ്, ഫാക്കൽറ്റി ആൻഡ് സ്റ്റുഡൻറ്റ് എക്സ്ചേഞ്ച് പോലെയുള്ള പ്രോസസ്സാണ്. അപ്പോൾ ലോകത്ത് ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികൾ ഇന്ത്യയിൽ ക്യാമ്പസ് ഇടാനുള്ള ഒരു അധികാരം കൊടുക്കുക എന്നുള്ളതും ഈ ഒരു റെക്കമെൻഡേഷൻ്റെ ഭാഗമാണ്. ഡെഫിനറ്റ്ലി ഇങ്ങനെയുള്ള തീരുമാനങ്ങൾക്ക് ഒരുപാട് ലോങ് ടേം ഇമ്പാക്റ്റ് ഉണ്ടാക്കും കേട്ടോ. നമുക്കത് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം, ചലഞ്ചസ് ഓഫ് എഡ്യൂക്കേഷൻ പോളിസി എന്നുള്ളതും. അല്ലെങ്കിൽ പലതും നമ്മൾ കാലങ്ങളെടുത്ത് ഡിസ്കസ് ചെയ്തിട്ട് ഇമ്പാക്റ്റ് പഠിക്കേണ്ട ഒരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ റെക്കമെൻഡേഷൻ്റെ ഭാഗമാണ് ഫോറിൻ യൂണിവേഴ്സിറ്റികൾക്ക് ഇന്ത്യയിൽ. അപ്പോൾ ഏതൊക്കെ ഫോറിൻ യൂണിവേഴ്സിറ്റി എന്നുള്ളതിനെക്കുറിച്ച് സ്പെസിഫിക് ആയിട്ട് ഗവൺമെൻറ് പറഞ്ഞിട്ടൊന്നുമില്ല. മാനദണ്ഡം പുറത്തു വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മോസ്റ്റ് പ്രോബബ്ലി ഏറ്റവും ടോപ്പ് 100 യൂണിവേഴ്സിറ്റികൾ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ടോപ്പ് 100 എങ്ങനെ തീരുമാനിക്കുക എന്നുള്ളത് അടുത്ത പ്രശ്നമാണ്. ഒരുപാട് റാങ്കിങ് മെക്കാനിസം ഉണ്ട്. സാധാരണ ഗവൺമെൻറ്റൊക്കെ മെൻഷൻ ചെയ്യാറുള്ളത് QSI റാങ്കിങ് ഒക്കെയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്സലൻസിനൊക്കെ പറയാറുള്ളത്. അപ്പം QSI ഇൻ്റർനാഷണൽ യൂണിവേഴ്സിറ്റി റാങ്കിങ്ങിലൊക്കെ ഏറ്റവും ടോപ്പായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്ക് ഇന്ത്യയിൽ ക്യാമ്പസ് ഇടാനുള്ള ഒരു അധികാരം ഇതിൻ്റെ ഭാഗമായി കൊടുക്കുന്നതായിരിക്കും. അടുത്ത ഒരു ആസ്പെക്റ്റ്, അടുത്തൊരു റെക്കമെൻഡേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച്. ദ ഹോൾ സിസ്റ്റത്തിൽ അതുണ്ട് കേട്ടോ, മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഫിസിക്സ് പഠിച്ചുകൊണ്ടിരിക്കുന്ന എനിക്ക് എക്കണോമിക്സ് പഠിക്കാനുണ്ടെങ്കിൽ എനിക്ക് ഫിസിക്സും എക്കണോമിക്സും പഠിക്കാം, കൂടെ എനിക്ക് സംഗീതവും മ്യൂസിക്കും പഠിക്കാം. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അത് പറ്റൂല. എക്കണോമിക്സ് പഠിക്കുന്നവർക്ക് എക്കണോമിക്സിൽ പോകണം, ഫിസിക്സ് പഠിക്കുന്നവർക്ക് സയൻസ് പോകണം, മ്യൂസിക് ഓർ സോങ് പഠിക്കണമെങ്കിൽ ആർട്ടിൽ പോകണം, അല്ലേ, അതിനോടനുബന്ധിച്ച മ്യൂസിക് ക്ലാസ്സിൽ പോകണം. ഇതല്ല, നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ നിങ്ങളുടെ സബ്ജക്റ്റുകൾ മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് ആയിരിക്കും. അതായത് IIT-കളിൽ തന്നെ പല കോഴ്സുകൾ വരാം. നമുക്കൊക്കെ ഒരു സംശയം വരും, IIT എഞ്ചിനീയറിംഗ് കോഴ്സുകളും മറ്റു പല കോഴ്സുകൾ വരുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി പോകില്ലേ, ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി പോകില്ലേ എന്നുള്ളത്. അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല. ഇപ്പം തന്നെ നിങ്ങൾക്ക് ആലോചിച്ചാൽ ഇന്ത്യയിലെ പ്രശസ്തമായിട്ടുള്ള ഓൾമോസ്റ്റ് എല്ലാ IIT-കളും ഹ്യൂമാനിറ്റീസ് കോഴ്സുകളൊക്കെ ഉണ്ട്. IIT മദ്രാസ് ഉൾപ്പെടെയുള്ള IIT-കളിൽ ഹ്യൂമാനിറ്റീസ് കോഴ്സ് പല സബ്ജക്റ്റുകളിൽ സോഷ്യൽ സയൻസ് കോഴ്സുകളൊക്കെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാ യൂണിവേഴ്സിറ്റികളിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ കോളേജ് ഇഷ്ടമുള്ള സബ്ജക്റ്റ് പഠിക്കാൻ പറ്റുമായിരിക്കും. ഒരേ സമയം ഫിസിക്സും കെമിസ്ട്രിയും മ്യൂസിക്കും അതുപോലെയുള്ള സംഭവങ്ങൾ, ആർട്ടും സംഭവങ്ങൾ. ഇതാണ് ഒരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മൾട്ടി ഡിസിപ്ലിനറി അപ്രോച്ച് എന്നുള്ളത്. അടുത്തൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റാണ്, ബേസിക്കലി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആസ്പെക്റ്റാണ് ഈ ഒരു അഫിലിയേഷൻ എന്നുള്ള പ്രോസസ്സ് തന്നെ ഇല്ലാണ്ടാക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ളൊരു ബേസിക് ആസ്പെക്റ്റ് ആണല്ലോ അംഗീകാരമുള്ള കോളേജ്, അംഗീകാരമില്ലാത്ത കോളേജുകൾ പോലെയുള്ള സംഭവങ്ങൾ. ഫ്യൂച്ചറിൽ അങ്ങനെ ഒരു അംഗീകാരം എന്നുള്ളൊരു സംഭവം തന്നെ ഇല്ലാണ്ടാക്കുക എന്നുള്ളൊരു പ്ലാനൊക്കെ ഉണ്ട്. എന്ന് പറഞ്ഞാൽ എല്ലാ കോളേജുകളും ഓരോരോ സ്റ്റേജ് ഉണ്ടാവും. ആ ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ ഓരോരോ ഗ്രേഡ് വന്നിട്ടോ അതത് കോളേജുകൾ തന്നെ നമ്മളെ അതത് കോളേജുകളെ തന്നെ ഓട്ടോണമസ് കോളേജുകളാക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ശ്രമിക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഇപ്പം തന്നെ ഫറൂഖ് കോളേജൊക്കെ ഓട്ടോണമസ് കോളേജാണ്, പക്ഷേ ഓട്ടോണമസ് കോളേജ് പോലും സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ പേരിലാണ്, ബാക്കിയുള്ള കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഫ്യൂച്ചറിൽ ലോങ് ടേമിൽ 2 രീതിയിലുള്ള കോളേജുകൾ ഉണ്ടാവുള്ളൂ. ഒന്നെങ്കിൽ ഓട്ടോണമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റികളുടെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കോളേജുകൾ, അല്ലെങ്കിൽ കംപ്ലീറ്റ് ഓട്ടോണമസ് ആയിട്ടുള്ള സ്വന്തം പേരിൽ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന കോളേജുകൾ. അല്ലാതെ ഒരു യൂണിവേഴ്സിറ്റി കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തിട്ട് എക്സാം നടത്തിയിട്ട് സിലബസ് തീരുമാനിച്ച് അഡ്മിഷൻ തീരുമാനിച്ചിട്ട് അതിൻ്റെ ക്യാമ്പസായിട്ട് പോകുന്ന ഒരുപാട് കോളേജുകൾ ഉണ്ടാവണമെന്നില്ല. വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതിൽ നമുക്ക് തോന്നും ഇങ്ങനെയൊക്കെ വരുമ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെ ക്വാളിറ്റി കുറയില്ലേ എന്നുള്ളതൊക്കെ തോന്നും. അത് നമ്മളൊരു കൺസേൺ മാത്രമാണ്. ഇൻ ദ ലോങ് ടേം ഇത് ക്വാളിറ്റിയെ ബാധിക്കാനൊന്നും പോകുന്നില്ല. കാരണം എന്താണെന്ന് സംഭവിച്ചാൽ ഇത് കോമ്പറ്റീഷൻ കൂടും, എല്ലാം ക്വാളിറ്റി ഉള്ളതാവാൻ ആളുകൾ ശ്രമിക്കും എന്നുള്ളതാണ്. സോ കംപ്ലീറ്റ്ലി ഓട്ടോണമസ് ആയിട്ടുള്ള കോളേജുകൾ എന്നുള്ളതായിരിക്കും ഫ്യൂച്ചറിൽ. എന്ന് പറഞ്ഞാൽ ഒരു 30-40 കൊല്ലം കഴിഞ്ഞാൽ നമ്മളെ മക്കളോ അല്ലെങ്കിൽ മക്കളൊക്കെ പഠിക്കുന്ന കോളേജുകളുടെ ഡിഗ്രി ഇന്ന യൂണിവേഴ്സിറ്റി അംഗീകരിച്ചൊന്നും ഉണ്ടാവില്ല. പഠിച്ച കോളേജ് തന്നെയായിരിക്കും അവർക്ക് സർട്ടിഫിക്കറ്റും കൊടുക്കുക. ഇതാണ് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മറ്റൊരു തീരുമാനം എന്നുള്ളത്. അടുത്തതായിട്ട് നമുക്ക് പറയാനുള്ളത് ഒരു റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് എന്നുള്ളതാണ്. റിസർച്ചിനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം.
അടുത്തതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട റെക്കമെൻഡേഷനാണ് റിസർച്ചിന് കൂടുതൽ സിഗ്നിഫിക്കൻസ് കൊടുക്കുക എന്നുള്ളത്. റിസർച്ച് എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി ഏതൊരു ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയും ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് NRF നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, അതുപോലെ തന്നെ മെറൂസ് എന്ന് പറയും, മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റീസ് എന്ന് പറയപ്പെടുന്ന സെറ്റ് ഓഫ് യൂണിവേഴ്സിറ്റികൾ തന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ഫ്രെയിം വർക്കിൻ്റെ ഭാഗമായിട്ട് വരുന്നൊരു കാര്യമാണ്. അതായത് പരമാവധി റിസർച്ച് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഈ ഒരു ഫ്രെയിം വർക്കിൻ്റെ മറ്റൊരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള റെക്കമെൻഡേഷൻ. അടുത്തതായിട്ട് ഉള്ളൊരു ആസ്പെക്റ്റാണ് ഇതിന് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്ന എക്സ്പെൻസുകളുടെ എമൗണ്ട് കൂട്ടുക എന്നുള്ളത്. അതായത് ഇപ്പോൾ GDPയുടെ 6% ആണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് 4.6% ആണ് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യുന്നത്. അത് 6% ആക്കുക എന്നുള്ളത് ഈ ഒരു ഫ്രെയിം വർക്ക് പോളിസിയുടെ റെക്കമെൻഡേഷൻ്റെ ഭാഗമാണ്. അതോടൊപ്പം വേറെയും ചില റെക്കമെൻഡേഷൻ വരുന്നുണ്ട്. ഒരു ഹോളിസ്റ്റിക് സ്റ്റുഡൻറ്റ് അസസ്മെൻറ്റ് സിസ്റ്റമായിട്ട് പരാഗ് എന്ന് പറയുന്ന ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്രാകൃത് പാലി പോലെയുള്ള ലാംഗ്വേജുകൾക്ക് സ്പെഷ്യൽ പ്രയോറിറ്റി കൊടുക്കുക, അതുപോലെ തന്നെ പറ്റാവുന്നത്ര റിസർച്ചുകളെ പ്രൊമോട്ട് ചെയ്യുക, ദ ഹോൾ പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സിസ്റ്റത്തിനെയൊക്കെ എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെയും കൺട്രോൾ ചെയ്യാനുള്ള മെക്കാനിസം കൊണ്ടുവരിക. ഇങ്ങനെയുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് സെറ്റ് ഓഫ് റെക്കമെൻഡേഷൻസ് ആണ് ഹയർ എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ടിട്ട് വരുന്നത്. നമുക്കൊരു അപ്ലിക്കബിൾ ലെവലിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ ഒരുപാട് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഇമ്പാക്റ്റുകൾ തന്നെ ഈ റെക്കമെൻഡേഷൻ ഉണ്ടാക്കാൻ പറ്റും. സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്ത പോയിന്റ്സ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. ഇനി കംപ്ലീറ്റ് നിങ്ങൾക്ക് വായിക്കണമെന്നുണ്ടെങ്കിൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഡോക്യുമെൻ്റ് നമ്മൾ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിനുള്ള ലിങ്ക് കൊടുക്കുന്നതായിരിക്കും.